പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയിപ്പോൾ ദേ വിഷുവൊക്കെ വരാൻ പോവല്ലേ. ഏപ്രിൽ 15-ന് വിഷു എത്തും. പക്ഷേ വിഷുവിനെ വരവേൽക്കാൻ വിപണികളും സജീവമാകുന്നുണ്ട്. നാടെങ്ങും പഴം, പച്ചക്കറി, പടക്ക വിപണികളിലൊക്കെ ഉണർവ് പ്രകടമാണ്. നല്ല സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരികളാണ് പാലക്കാട് വലിയങ്ങാടിയിലെ പ്രധാനപ്പെട്ട കാഴ്ച. കണിവെള്ളരിക്ക് കിലോയ്ക്ക് മൊത്ത വില 40 രൂപയാണ് കേട്ടോ. അതേസമയം 20-30 രൂപയ്ക്കൊക്കെ ലഭിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചയും വെള്ളയും കലർന്ന വെള്ളരിയും വിപണിയിലുണ്ട്. ഈ വിലക്കയറ്റമാണ് വിഷു വിപണിയിലെ വില്ലനും. ഹൈഫൈവും പരിശോധിക്കുന്നു പൊള്ളിച്ച് വിഷു വിപണി. ഇപ്പം നമുക്ക് ഈ പറയുന്ന പോലെ മീനമാസമൊക്കെ ആകുമ്പോഴത്തേനും ചൂട് ഭീകരമാണല്ലോ. ഇപ്പം കഴിഞ്ഞ 1-2 മാസമായിട്ട് ഏപ്രിൽ ഈ കുംഭം മീനം ഒക്കെ ആയിട്ട് നല്ല ചൂടാണ്. ഇപ്പോഴും ചൂട് തന്നെ, രാത്രിയും പകലും ഒക്കെ ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചൂട് വർദ്ധിച്ചത് കൊണ്ടും പഴങ്ങൾക്കൊക്കെ ആവശ്യക്കാർ, പച്ചക്കറിയെക്കാട്ടിയും പഴങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ഇതോടെ വിലയും ഉയർന്നിട്ടുണ്ട്. കണിവെള്ളരിക്കും ചെറുനാരങ്ങയ്ക്കൊക്കെ വലിയ ഡിമാൻഡുണ്ട്. പച്ച വെള്ളരിക്ക് കിലോ 25 രൂപയും പഴുത്തതിന് 40 രൂപയും വിലയുണ്ട്. അതേപോലെ ചെറുനാരങ്ങയുടെ വില 120 രൂപയാണ്. 120 തൊട്ട് 150 രൂപ വരെ പലയിടത്തും വിലയുണ്ട്. മുബാറക്ക് നമുക്കിപ്പം തത്സമയം ചേർന്നൊരു. മുബാറക്ക്, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഈ വിഷുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് വടക്കൻ കേരളത്തിലോട്ടാണ് വിഷു ആഘോഷം ഏറെ. അവിടെയാണ് ഇപ്പോൾ തെക്കൻ കേരളത്തിലൊക്കെ ഒന്ന് കണി വയ്ക്കും, ഉച്ചയ്ക്കൊരു സദ്യ, അതിനപ്പുറം വലിയ വിഷു ആഘോഷങ്ങളൊന്നുമില്ല. പക്ഷേ വടക്കൻ കേരളത്തിലോട്ട് പോകുമ്പോഴത്തേക്കാണ് അവിടെ വലിയ രീതിയിലുള്ള വിഷുക്കണി ഒരുക്കലും അതേപോലെ പടക്കം പൊട്ടിക്കലും തുടങ്ങി വമ്പൻ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ വിപണിയിൽ എല്ലാ സാധനങ്ങൾക്കും വിലയാണ്, പ്രത്യേകിച്ച് പഴം, പച്ചക്കറി വിലയ്ക്ക്. ചെറുനാരങ്ങയ്ക്ക് കിലോയ്ക്ക് 150 രൂപ വരെ എത്തിയെന്നറിയുന്നു. അത് അങ്ങനെ തന്നെയാണോ അവിടുത്തെ കാഴ്ചകളൊക്കെ? സേതു, ഗുഡ് ഈവനിങ്. പൊതുവേ കേരളത്തിൽ ഇപ്പോൾ പച്ചക്കറികൾക്ക് വില കൂടി വരുന്നു എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. എന്നാൽ വടക്കൻ കേരളത്തിലെ, പ്രത്യേകിച്ച് ഈ വടക്കൻ കേരളത്തിലെ, പ്രത്യേകിച്ച് മലബാറിലെ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പച്ചക്കറി വിപണന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള പാളയം മാർക്കറ്റിലാണ്. കോഴിക്കോട്ടെ പാളയം മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ എല്ലാത്തരം പച്ചക്കറികളും ഇവിടെയുണ്ട്. വരുന്ന ബുധനാഴ്ചയാണ് നമ്മൾക്ക് വിഷു ആഘോഷത്തിലേക്ക് അതുപോലെ നമ്മുടെ കേരളീയർ കടക്കുക. അതിൻ്റെ ഒരു തിരക്ക് നമുക്കിവിടെ പൊതുവെ കാണാനില്ല. ആളുകൾ ശൂന്യമായി കിടക്കുന്നൊരു രീതിയിലുള്ള സമീപനമാണ് ഇപ്പോൾ ഇവിടെ മാർക്കറ്റിലുള്ളത്. നമ്മുടെ കൂടെ ഇപ്പോൾ നിലവിൽ ഇവിടെ കച്ചവടക്കാർ തന്നെ ചേരുന്നുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്താണ് ഇവിടുത്തെ വില വിവരങ്ങളെന്നൊക്കെ. ചേട്ടാ, എങ്ങനെയുണ്ട്? വിഷുവൊക്കെ വരാൻ പോവാണ്, കച്ചവടം എങ്ങനെയുണ്ട്? വില വിവരങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഒക്കെ വില കുറവാണ്. അപ്പോൾ വില കൂടുതലൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഇപ്പോൾ പയറ്, ബീൻസ് ഇങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ 2-3 ഐറ്റം സാധനങ്ങൾ ലേശം വില കൂടും. അത് എല്ലാ കൊല്ലം ആണ്ടരത്തേക്ക് ഉള്ളതാണ്. ഓണം വിഷുവൊക്കെ വരുമ്പോൾ ആ സാധനത്തിന് വില കൂടും. പൊതുവെ ഈ വെള്ളരി അതുപോലെ തന്നെ നാരങ്ങ അങ്ങനെ തുടങ്ങി സംസ്ഥാനത്താകെ വില ചെറിയ രീതിയിൽ കൂടുന്നുണ്ട് എന്ന് കേൾക്കപ്പെടുന്നുണ്ട്. എന്താണ് അതിനോട്? ചെറുനാരങ്ങ ഇപ്പോൾ ചൂട് കാലമല്ലേ, അപ്പോൾ കുറച്ച് ഉപയോഗം കൂടും. അപ്പോൾ സാധാരണ ഉള്ളതാണ്. ചെറുനാരങ്ങ 70 റുപ്യ ഇപ്പോൾ ഒരു വിൽപ്പന ഉണ്ട്. ഇപ്പോൾ ഈ സാധാരണ വില കൂടുന്ന ടൈമിൽ 100-120 റുപ്യൊക്കെ എത്തണം. അങ്ങനെ നോക്കുമ്പോൾ വില കുറവാണ്. നിലവിലെ സാഹചര്യത്തിൽ അപ്പോൾ പൊതുവെ പച്ചക്കറികൾക്കൊക്കെ എങ്ങനെയാണ്? നിലവിൽ വിറ്റുകൊണ്ടിരിക്കുന്ന വില തന്നെയാണോ? ഏതെങ്കിലും തരത്തിൽ കൂടിയിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്ന വില തന്നെയാണ്, കൂടിയിട്ടൊന്നുമില്ല. സാധാരണ ഇപ്പോൾ ഉള്ളി 20, തക്കാളി ഇങ്ങനെയൊക്കെ വില കുറവാണ്. 25 റുപ്യ തക്കാളി, പിന്നെ ഉള്ളി 20 റുപ്യ, അങ്ങനെയൊക്കെ ചില്ലറ വിൽപ്പന. ഹോൾസെയിൽ ഇപ്പോൾ ഉള്ളിക്കൊക്കെ ഒരു 16 റുപ്യ വില ഉണ്ട് ഹോൾസെയിൽ. ചില്ലറ വിൽപ്പന ഇപ്പോൾ ഒരു 20 റുപ്യൊക്കെ വിൽപ്പന. പച്ചക്കറികളൊക്കെ അന്യ സംസ്ഥാനത്ത് ഇവിടേക്ക് എത്തുന്നുണ്ടോ? എന്തെങ്കിലും തടസ്സമുണ്ടോ? കാരണം ഈ പെട്രോളിയം അതിന്റെ പ്രതിസന്ധി കാര്യങ്ങളൊക്കെ. പൊതുവെ കച്ചവടം കുറവല്ലേ, എല്ലായിടത്തും കച്ചവടം ഉണ്ട്. പച്ചക്കറിക്ക് മാത്രം ഇപ്പോൾ വില കുറവ്. പച്ചക്കറി പൊതുവെ വില കുറവാണ്. അപ്പോൾ പച്ചക്കറി വാങ്ങാൻ ആളിപ്പോൾ കമ്മിയാണ്, ആള് വരുന്നില്ല. വിഷു ഇപ്പോൾ വരാൻ പോവാണ്. ബുധനാഴ്ചയോട് കൂടിയിട്ട് നമുക്ക് വിഷു ആഘോഷങ്ങളിലേക്ക്, അതുപോലെ തന്നെ ചൊവ്വാഴ്ചയൊക്കെ അതിന്റെ തിരക്കുകൾ വന്നു തുടങ്ങും തോന്നുന്നു. ഇപ്പോൾ നിലവിൽ നോക്കിയാൽ മാർക്കറ്റിൽ വലിയ തിരക്കുകൾ കാണുന്നില്ല. അപ്പോൾ വിഷുവിന്റെ ഒരു തിരക്കൊക്കെ എന്താണ്? വിഷുവിന്റെ തിരക്കൊന്നും ആയിട്ടില്ല. വിഷുവിന്റെ തിരക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിങ്കളാഴ്ച ഒക്കെ ആയിട്ട് വിഷുവിന്റെ തിരക്കാവുള്ളൂ. വിഷുവിന്റെ 2 ദിവസത്തെ കച്ചവടം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പഴയമാതിരി ഒരു 3 ദിവസം മുമ്പുള്ള ആള് തിരക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പുറത്ത് കച്ചവടമുണ്ട്. ആൾക്കാർക്ക് സൗകര്യപ്പെടുന്ന സ്ഥലത്തു നിന്ന് വാങ്ങാം.
ഇപ്പോൾ പാളയെ ആശ്രയിച്ചിട്ട് ഇപ്പം അങ്ങനെ ആളുകൾ ഇങ്ങനെ വരുന്ന കമ്മിയാണ്. ശരി മുബാറക്കെ, ഇവിടാണെങ്കിലോ അപ്പം ഇന്നിപ്പം പച്ചക്കറി 11 ആയുള്ളൂ. അപ്പം ശരിക്കും തിരക്ക് വരണമെങ്കിൽ ഒരു 13-ാം തീയതിയൊക്കെ എത്തണം, അപ്പോഴേ നല്ല തിരക്ക് വരുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ചൂടുകാലമാണല്ലോ, വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേനും പച്ചക്കറിയെക്കാട്ടും ഫ്രൂട്ട്സിനാണ് വില കൂടുതൽ. ഇപ്പം നാരങ്ങയൊക്കെ പറയുമ്പോഴത്തേക്കും ആൾക്കാർ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് നാരങ്ങ വാങ്ങിക്കും. പിന്നെ അതേപോലെ മുന്തിരിക്കൊക്കെ വില 120-150 രൂപ. അത് കറുപ്പിനും പച്ചയ്ക്കും ഒക്കെ 2 വിലയാണ്. കറുപ്പിന് കുറച്ച് വിലക്കുറവ്, പച്ചയ്ക്ക് കുറച്ച് അധികം വില കൂടുതൽ. 10 രൂപയുടെ 20 രൂപയൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അതേപോലെ എല്ലാ പച്ചക്കറിക്കും ഫ്രൂട്ട്സിന്, നമ്മുടെ പഴങ്ങൾക്കൊക്കെയും വില കൂടുതലാണ്. ഈ ആപ്പിള്, ഓറഞ്ച്, അതിനൊക്കെയും ഭീകര വിലയാണ്. ഈവൻ നമ്മുടെ പഴത്തിന് പോലും, ബനാനയ്ക്ക് പോലും അത്യാവശ്യം വില കൂടിയിട്ടുണ്ട്. ഇത് ഈ ചൂട് കാലം കൂടിയൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ വിഷു അടുപ്പിച്ച് വീണ്ടും വില കൂടുമോ ഇല്ലയോ എന്നുള്ളത് വേണം കണ്ടറിയേണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതാണ് വിഷു വിപണിയിലെ കാഴ്ചകൾ. വിപണിയൊക്കെ കുറച്ചും കൂടി സജീവമാവണമെങ്കിൽ 1-2 ദിവസം കൂടെ ഒന്ന് കഴിയണം. നമുക്കിപ്പം